ഗായ്സ്, ഒരു ഉറക്കമൊക്കെ ഉറങ്ങിക്കഴിഞ്ഞ് എണീറ്റപ്പോഴത്തേക്ക് വട്ടവട പോലുള്ള പരിപാടിയിലാണ്. പോകുന്ന വഴിക്ക് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി മഴയായിരുന്നു. അതുകൊണ്ട് എന്താ വട്ടവട എത്തുന്നവരെയുള്ള കിടില സ്പോട്ടുകളൊക്കെ നമുക്ക് മിസ്സായിട്ടുണ്ട്. അടിപൊളി സ്പോട്ടിലൊന്നും ഇറങ്ങി നമുക്ക് ഫോട്ടോസ് കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. നമ്മൾ വട്ടവട എത്തി നമ്മളൊരു ജീപ്പ് സവാരി ചൂസ് ചെയ്തിട്ടുണ്ട്. ടീച്ചർ ബോയ് ആണ് നമ്മളെ ഗൈഡ് ചെയ്യുന്നത്. നമുക്ക് അവൻ്റെ വണ്ടിയിൽ പോയി അവൻ കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റ് പറഞ്ഞു തരും. ഓരോ സ്ഥലത്ത് എത്തും. നമ്മളങ്ങനെ നേരെ പോയത് നമ്മുടെ ബ്ലാക്ക്ബെറി സ്ട്രോബെറി ഫാമിലേക്കാണ്. പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അവിടെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിസിറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഈ സ്ട്രോബെറി ഒക്കെ വിളഞ്ഞെടുക്കുന്നതായിട്ട് കാണുന്നത്. ഞാൻ ഇതിനു മുന്നേ ഇങ്ങനത്തെ ഒന്നും കണ്ടിട്ടില്ല. നമ്മളാരും കണ്ടിട്ടില്ല, അത് വേറെ കാര്യം. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഇവർ കറക്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അവിടെ എങ്ങനെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അവിടെ ജാമ്, വൈന് ഒക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ അത് വാങ്ങാം. അടിപൊളി. എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ഇതൊക്കെ ഞാൻ നേരിട്ട് കാണുന്നുണ്ട്. എനിക്ക് കണ്ടിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഷീലാണ് എന്താ അറിയില്ല, മൂപ്പർ എന്തൊക്കെയോ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഈശ്വർ നമ്മളെ വേറൊരു സ്പോട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഓഫ് റോഡാണ് ഉള്ളു കൊണ്ടുപോയത്. ചെക്കൻ അടിപൊളിയായിരുന്നു. ചെക്കൻ ഫുൾ വൈബായി, നമ്മളെ ഫുൾ ആക്റ്റീവായി, നമ്മളെ കമ്പനിയായി. അങ്ങനെ അവൻ ഓരോ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ അവൻ നെക്സ്റ്റ് സ്പോട്ടിലേക്ക് നമുക്ക് അവിടെ കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ എത്തിയപാട് തന്നെ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. ഇവൻ തന്നെയാണ് നമ്മളെ എല്ലാ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തിരുന്നത്. അവിടെ ഒരു അടിപൊളി ചായക്കടയുണ്ട്. അതാണ് എനിക്ക് കൂടുതൽ ഹൈലൈറ്റ് ആയി. അവിടെ ചായക്കട കിട്ടാൻ വൻ ലാഭമാണ്. ഞാൻ ശുചിലേട്ടനൊക്കെ അതൊക്കെ സംസാരിക്കുന്നത്. അങ്ങനെ നമ്മൾ ആ തണുപ്പത്ത് നിന്ന് മുകളിൽ നിന്നൊരു ചായ കുടിക്കുമ്പോൾ ഏതാ മോഡ് അടിപൊളി. അങ്ങനെ നമ്മൾ ചായ കുടിച്ച് നെക്സ്റ്റ് സ്പോട്ടിലേക്ക് പോയി. ഇരുട്ടായി, നമ്മൾ എത്താൻ ലേറ്റ് ആയല്ലോ. അതുകൊണ്ട് തന്നെ കൂടുതൽ സ്ഥലങ്ങളൊന്നും നമുക്ക് കവർ ചെയ്യാൻ പറ്റിയില്ല. ഇരുട്ടായി വരികയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഒരുപാട് നല്ല സ്പോട്ടൊക്കെ ഉണ്ട്. ടീച്ചർ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഒരു മരം കെട്ടിട്ട് പോകാൻ പറഞ്ഞത് ഇതൊരു 100 വർഷത്തിനോട് മരം കിട്ടുന്നതാണ് ഇപ്പം പറയുന്നത്. എനിക്കറിയില്ല. അങ്ങനെ നമ്മൾ വേറെ ഒരു വെള്ളച്ചാട്ടം കാണാൻ പോയി. ഇരുടായി സംഭവം ടോർച്ചൊക്കെ അടിച്ച് പോകേണ്ട അവസ്ഥയാണ് വെള്ളച്ചാട്ടം കാണാൻ. വെള്ളച്ചാട്ടം കാണുമ്പോൾ അവിടെ കുറച്ച് അട്ട കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈയിടത്ത് വെള്ളച്ചാട്ടം നല്ല സുഖമുണ്ട്. നമുക്ക് മൂന്നാറിന്റെ ക്ലൈമറ്റ് ഇപ്പാണ് കറക്റ്റ് കിട്ടിയത് അല്ലേ? ട്രിപ്പൊക്കെ അവസാനിച്ച് നമ്മളെ ഈശ്വർ സേഫ് ആയിട്ട് താഴെ എത്തിച്ചിട്ടുണ്ട്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. മൊത്തത്തിൽ കളറാക്കിയിട്ടുണ്ട്. അങ്ങനെ ഈശ്വരനോട് യാത്രയൊക്കെ പറഞ്ഞ് നമ്മളെ ഇറങ്ങി. റൂമിൽ പോയിട്ട് നാളെ മീറ്റിംഗ് ആണ്. അപ്പൊ ബാക്കി പിന്നെ ഓക്കെ.